ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഗംഭീരമായി തന്നെ ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ മുന്നിൽ ഇന്നത്തെ ഒരു രാത്രിയും നാളത്തെ ഒരു മുഴുവൻ ദിവസവും മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 2 നാളുകൾ കൊണ്ട് നിങ്ങൾ എന്തു പഠിക്കുന്നു എന്നതിലിരിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഫിസിക്സിന്റെ മാർക്ക് എന്ന് പറയുന്നത്. ഇതിൽ പല കുട്ടികളുടെയും ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഓൾറെഡി കെമിസ്ട്രി പരീക്ഷ പലർക്കും ഡിഫിക്കൽട്ട് ആയിരുന്നു. അതേ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ഫിസിക്സിന് വന്നു കഴിഞ്ഞാൽ പണി പാടും എന്നൊരു ടെൻഷനാണ് പലർക്കും ഉള്ളത്. അങ്ങനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത റീജിയൻസ് ഉള്ള ചോദ്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? സോ അതിന് ഞങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കിടിലൻ സ്റ്റഡി പ്ലാൻ വേണം. എന്തൊക്കെ കാര്യങ്ങളാണ് സൈലം ഞങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നത് എന്ന കാര്യം പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫിസിക്സ് പരീക്ഷന്റെ ഏറ്റവും മികച്ച കേരളം കാത്തിരിക്കുന്ന ഏറ്റവും അടിപൊളി സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ വീഡിയോ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണുക. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യം, ഇന്നത്തെ ദിവസം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അതിനാൽ തന്നെ ഇന്ന് 7 മണിക്ക്, രാത്രി 7 മണിക്ക് 100% ഉറപ്പുള്ള ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാനും ജസീൽ സാറും വരാൻ പോകുന്നത്. അതൊരു 7 മണിയുടെ ലൈവ് നമ്മൾ അവസാനിപ്പിക്കുന്നത് അത്യാവശ്യം ഓവർനൈറ്റ് ആയിരിക്കും. അതായത് അത്യാവശ്യം ഡ്യൂറേഷൻ ഉള്ള ലൈവ് ആയിരിക്കും. ലൈവ് ഡീറ്റെയിൽ ആയി തന്നെ കാണുക. എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ലൈവിന്റെ സമയത്ത് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതായിരിക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും വളരെയധികം നല്ലത്. കാരണം നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ആ സമയം ചോദിക്കുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാൻ സാധിക്കും, നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. കാരണം പല കുട്ടികളും 2x ഇട്ട് കാണുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടിന്റെ മൊമെന്റിലായിരിക്കില്ല ഞങ്ങൾ പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കുക. സോ നമുക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടണമെന്നില്ല. അതിനാൽ തന്നെ ലൈവിന്റെ സമയത്ത് തന്നെ കാണുന്നതാണ് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ്. സോ 100% ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് 7 മണിക്ക് ഉണ്ടാവുക. അത്യാവശ്യം ഓവർനൈറ്റ് ലൈവ് ആയിരിക്കും. ഒരു 11:30-12 മണി വരെ ഇന്നത്തെ ലൈവ് എന്തായാലും പോകും. ലൈവ് കഴിഞ്ഞതിന് ശേഷം സുഖമായിട്ട് കിടന്നുറങ്ങുക. ഒന്നും ആലോചിക്കരുത്. അടുത്ത ദിവസം രാവിലെ ഒരു 7 മണിക്കോ 8 മണിക്കോ എണീറ്റാൽ മതി. നോ വറീസ്. അപ്പോഴേക്കും നമ്മുടെ സ്ലൈഡൊക്കെ അപ്ലോഡ് ആയിട്ടുണ്ടാവും കമ്മ്യൂണിറ്റിയിൽ. ആ സ്ലൈഡ് കംപ്ലീറ്റ്ലി ഇരുന്നിട്ട് റിവൈസ് ചെയ്യുക. അതിനകത്തുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഡെറിവേഷൻസ് പഠിച്ചെടുക്കുക. റൈറ്റ്? കൂളല്ലേ? ഒരു പ്രശ്നമില്ല. അത് പഠിക്കാനും അത് ബ്രഷപ്പ് ചെയ്യാനും നിങ്ങൾക്ക് സമയമുണ്ട്. ആ ദിവസം മുഴുവനും നിങ്ങൾക്ക് സമയമുണ്ട്. ഒരു 6 മണി വരെ നിങ്ങൾക്ക് ബ്രഷപ്പ് ചെയ്യാം. അതായത് 21-ാം തീയതി പകൽ മുഴുവൻ ഇരുന്നിട്ട് 100% ഷുവർ ക്വസ്റ്റ്യൻസിന്റെ സ്ലൈഡ് നിങ്ങൾക്ക് ബ്രഷപ്പ് ചെയ്യാം. അതിനകത്തുള്ള ഡെറിവേഷൻസ് തറവാക്കാം. അതിനകത്തുള്ള ഇക്വേഷൻസ് കോൺഫിഡന്റ് ആക്കാം. അതിനുള്ള സമയമാണ് ഞാൻ നൽകുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന കോണ്ടന്റ് വീഡിയോസും ഡൗട്ടുള്ള ഡെറിവേഷൻസിന്റെ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനുശേഷം 21-ാം തീയതി വളരെ വാല്യൂബിൾ ആയ ഡേ ആണ്. 21-ാം തീയതി രാത്രി കൃത്യം 7 മണിക്ക് നമ്മുടെ സൂപ്പർ 60 ഉണ്ടായിരിക്കും. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്, 100% ഷുവർ ക്വസ്റ്റ്യൻസിനകത്തും സൂപ്പർ 60യിലും പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾ എക്സ്ട്രീംലി ഡിഫറൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ലൈവ് മാത്രം കണ്ടുപോയി പരീക്ഷയ്ക്ക് പോയിട്ട് കാര്യമില്ല. 2 ലൈവും നിങ്ങൾ കാണണം. ഒരു ലൈവ് കണ്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല, 2 ലൈവും കാണണം. കാരണം 2ലും എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് പഠിപ്പിക്കുന്നത്. 2 ലൈവും കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉൾപ്പെടുന്ന ചോദ്യം തന്നെ ആയിരിക്കും 22-ാം തീയതി നിങ്ങൾ ചോദ്യപേപ്പറിനകത്ത് കാണാൻ പോകുന്നത്. സോ സൂപ്പർ 60ക്ക് നമ്മൾ 7 മണിക്കാണ് ആരംഭിക്കാൻ പോകുന്നത്. ആ സൂപ്പർ 60യുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണ്ട, ലാസ്റ്റ് മൊമെന്റിൽ ബ്രഷപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് സൂപ്പർ 60യിൽ നിങ്ങളെ പഠിപ്പിക്കുക. ദാറ്റ് ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ്? സോ സൂപ്പർ 60 7 മണിക്കാണ്. അതൊരു ഓവർനൈറ്റ് ലൈവ് ആയിരിക്കില്ല. അത് എത്രയും പെട്ടെന്ന് നമ്മൾ തീർക്കുന്ന പോലുള്ള ലൈവ് ആയിരിക്കും. ഒരു 11 മണിക്ക് മുൻപേ സൂപ്പർ 60 തീരും. നോ വറീസ്. പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാൻ സാധിക്കുന്ന ലൈവ് ആയിരിക്കും സൂപ്പർ 60. ഇനി സൂപ്പർ 60യിലോട്ട് വരുമ്പോൾ സൂപ്പർ 60 കഴിഞ്ഞ ഉടനെ തന്നെ സ്ലൈഡ് അപ്ലോഡ് ചെയ്യും. ഒരു ഡൗട്ടും വേണ്ട. ആ മൊമെന്റിൽ തന്നെ സ്ലൈഡ് ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. സൂപ്പർ 60യുടെ സ്ലൈഡ് കിടക്കുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. അതിനകത്ത് ഒരു മാറ്റവുമില്ല കേട്ടോ. അതിനുശേഷം അടുത്ത ദിവസം അഥവാ പരീക്ഷയുടെ ദിവസം നിങ്ങൾ ഒരു 5 മണിക്ക് എണീക്കണം. നേരത്തെ ഉറങ്ങുന്നതിനാൽ തന്നെ ഒരു 5 മണിക്ക് എണീക്കണം. ആ ദിവസം മാത്രം കുറച്ച് ഉറക്കം കുറഞ്ഞാലും പ്രശ്നമില്ല. ഒരു 5 മണിക്ക് എണീക്കണം. ഉറക്കം കുറയുന്ന വെച്ചാൽ 6 മണിക്കൂർ സുഖമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കും. അതായത് 12, 1, 2, 3, 4, 5 6 മണിക്കൂർ സുഖമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കും. 6 മണിക്കൂർ ഉറക്കം ഈസ് എനഫ്. റൈറ്റ്? അപ്പോൾ ഒരു 5 മണിക്ക് എണീറ്റിട്ട് ഈ സൂപ്പർ 60യുടെ സ്ലൈഡ് ഒന്നുകൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്യണം. രാവിലെ എണീറ്റ് ബ്രഷപ്പ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഒരു ഫ്രഷ് മൈൻഡിലായിരിക്കും ബ്രഷപ്പ് ചെയ്യാൻ പോകുന്നത്. സോ കിടക്കുന്നതിന് മുൻപും സൂപ്പർ 60യുടെ സ്ലൈഡ് റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ രാവിലെ എണീറ്റും ജസ്റ്റ് ഒന്ന് സൂപ്പർ 60യുടെ സ്ലൈഡ് റിവൈസ് ചെയ്യുക. കുറച്ചുകൂടി ഉറങ്ങണം എന്നുള്ളവർക്ക് ഒരു 5:30ക്ക് എണീറ്റും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. റൈറ്റ്? ഒരു പ്രശ്നമില്ല. സൂപ്പർ 60യുടെ സ്ലൈഡും അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടുണ്ടാവും. 100 ഷുവർ ക്വസ്റ്റ്യൻസിന്റെ സ്ലൈഡും കോൺഫിഡൻ്റ് ആയി. അപ്പോൾ ചോദ്യങ്ങളെല്ലാം സെറ്റായി. ലാസ്റ്റ് മൊമെന്റിൽ ഒരു ബ്രഷപ്പ് കൂടി നിങ്ങൾക്ക് വേണ്ട. തീർച്ചയായും ബ്രഷപ്പ് വേണം. ആ ബ്രഷപ്പാണ് 22-ാം തീയതി രാവിലെ കൃത്യം 6 മണിക്ക് നിങ്ങൾക്ക് നൽകുന്നത്. അവിടെ ഞങ്ങൾ പുതിയ ചോദ്യങ്ങൾ ഒന്നും പഠിപ്പിക്കുന്നില്ല. 100%ലും സൂപ്പർ 60യിലും പഠിപ്പിച്ച ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. ഒരു 25 ചോദ്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട 25 ചോദ്യങ്ങൾ ബ്രഷപ്പ് ചെയ്യാണ്. അല്ലാതെ വീണ്ടും ഒന്നേന്ന് കൊണ്ട് പഠിക്കടാ തുടങ്ങടാ പിടിക്കടാ ആ പരിപാടിയല്ല. ജസ്റ്റ് ബ്രഷപ്പ് ചെയ്ത് നിങ്ങളെ പരീക്ഷയ്ക്ക് വിടുകയാണ്. സോ ഇതാണ് സൈലത്തിന്റെ സ്ട്രാറ്റജി, ഇതാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥമായി തന്നെ പറയുകയാണ്, ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും, എത്ര ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും, കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ അടിച്ചിരിക്കും. 100% ഉറപ്പാണ് മക്കളെ. നമ്മൾ ഇത്തവണത്തെ ഫിസിക്സ് പരീക്ഷ തൂക്കിയിരിക്കും, ഒരു ഡൗട്ടും വേണ്ട. തൂക്കുമെന്ന് പറഞ്ഞാൽ അത് തൂക്കിയിരിക്കും വാക്കാണ്. ട്രസ്റ്റ് മീ ഗൈസ്. ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന എല്ലാ അനിയന്മാരും അനിയത്തിമാരും താഴെ തൂക്കുമെന്ന് തന്നെ കമന്റ് ചെയ്യുക. ഫിസിക്സ് എക്സാം തൂക്കുമെന്ന് തന്നെ കമന്റ് ചെയ്യുക. ഗംഭീരമാക്കാം, കൂടെ ഉണ്ടാവണം. 7 മണിക്കാണ് ലൈവ്. 100% പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓവർനൈറ്റ് ആണ്. ഡാറ്റയൊക്കെ റീചാർജ് ചെയ്ത് വെക്കുക, ചാർജ് മൊബൈലിൽ കരുതി വെക്കുക. കൂടെ ഉണ്ടായിരിക്കണം, എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്ന് മുതൽ തുടങ്ങാൻ പോവുകയാണ്. 7 മണി മുതൽ ആരംഭിക്കുന്നു. എല്ലാ അനിയന്മാരും അനിയത്തിമാരുടെയും സപ്പോർട്ട് വേണം. ഞങ്ങളും കട്ടയ്ക്കുണ്ട്.